എന്താ പറയാ, ഇത്രയും വലിയൊരു ക്രൂവിന് പാട്ടാവാൻ പറ്റുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും അറിയാം ഞാനൊരു ബിഗിനറാണ് ഇങ്ങനത്തെ സംഭവത്തിൽ. സോ ആഫ്റ്റർ ബിഗ് ബോസ് സെക്കൻഡ് ആൽബമാണ് ഫസ്റ്റ് യെറ്റ് ടു റിലീസ്, അത് ഡിസംബറിൽ കാണും. സോ സെക്കൻഡ് ഓൾസോ ഇങ്ങനെ ഒരു പറ്റിയത് ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗം പറ്റിയത് ലൈക്ക് ബ്ലെസ്ഡ്. ഓഫ് കോഴ്സ് ശ്രീതു അതും മെയിൻ ഒരു പാർട്ടാണ് എടുത്തിട്ട്. സോ യാ, അതൊക്കെ തന്നെ. എല്ലാം വന്നതിന് വളരെ വളരെ നന്ദി. ആൻഡ് അതേപോലെ ശരണ്യ ചേച്ചിയുടെ ആദ്യത്തെ ഈ ഒരു പ്രൊഡക്ഷനിൽ ആദ്യത്തെ ഈ മ്യൂസിക്കൽ ആൽബമിൽ വന്നിട്ട് എന്നെ വന്നിട്ട് ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി. ആൻഡ് എനിക്കും ரொம்ப ഹാപ്പിയാണ് നമ്മളെ ചൂസ് ചെയ്തതിന്. ആൻഡ് യെസ്, ഇത്രയുള്ളൂ. ആക്ച്വലി നമ്മൾ അർജുൻ ശ്രീതു നമ്മളുടെ ഫുൾ ടീം ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. അർജുൻ ശ്രീതു ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആണെന്നുള്ളത്. കാരണം പാട്ടെല്ലാം ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത്, നമ്മൾ കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്യുമ്പം ആദ്യം വന്നത് മനുഷ്യന് ശ്രീതു കൊള്ളാം, എനിക്ക് വന്നത് അർജുൻ കൊള്ളാം, വിനുവിന് വന്നത് അർജുൻ ശ്രീതു പക്കാ പൊളി, മുരളീകൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ്. അപ്പൊ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഫുൾ എൻഡായിട്ട് ഇപ്പൊ ജീമോൻ ചേട്ടനായാലും റാഫി ചേട്ടനായാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവര് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊന്നുമില്ല. അപ്പൊ താങ്ക് യു എല്ലാവർക്കും ആണ്. അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഡയറക്ടറിന്റെ വിഷൻ അല്ലെങ്കിൽ എന്താണ് മുരളിയുടെ മ്യൂസിക് ഡയറക്ടറിന്റെയും അവർ തമ്മിലവിടെ ഒരു ഇതാണ്. അപ്പൊ എന്തായാലും രണ്ടുപേരുടെ വിഷൻ ഈ ഒരു പ്രോജക്റ്റിന് ലൈഫ് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ വിനുവിന്റെ ഒരു ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ വിനുവിന്റെ ഒരു ഫ്രെയിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് അത് ചെയ്തിരിക്കുന്നത്. മുരളീന്റെ ആണെങ്കിൽ ആ ഓരോ ലൈൻസ് അല്ലെങ്കിൽ ഓരോ സോങ്സിന്റെ ആ ബ്യൂട്ടിഫുള്ളി പറയാം, അത് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് ഭയങ്കര ഐ എം വെരി ഇംപ്രസ്ഡ്. ഐ ജസ്റ്റ് ലവ് ദിസ് മാൻ. അപ്പം എന്തായാലും മുരളിയും വിനുവും താങ്ക്സ് ഫോർ കമ്മിങ്. ഇത് ആക്ച്വലി ഇവര് സ്കൈ കോർണർ പ്രൊജക്ട് എന്നോട് സംസാരിക്കുന്ന മുമ്പ് തന്നെ മനീഷേട്ടനോട് സംസാരിച്ച് നമുക്കൊരു സിനിമ എടുത്താലോ എന്നാണ്. അപ്പൊ പറഞ്ഞു വിനു ഒരു 10 കോടിക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ല ഇവർക്ക്, കാരണം ഇവര് ഒരു ബിഗിനേഴ്സ് ആണ്. പിന്നെ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട്. എനിക്ക് ശരണ്യ ഒരു 2 years ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് സിനിമ പറഞ്ഞാൽ ചെയ്യണം. അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്, കഥ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനീഷോട് പറഞ്ഞു നിങ്ങൾ ഈ പ്രൊഡക്ഷൻ എന്താ സംഭവം പഠിക്കുക, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെറിയൊരു പരിപാടി ചെയ്യാം, ഇങ്ങനെ നമുക്കൊരു സോങ് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്കൈ കോഡ് എന്നുള്ള സംഭവം. അത് പുള്ളി പ്രോ കോഡിൽ നിന്ന് കടമെടുത്താണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം പറയണം. ഈ പ്രോജക്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം എല്ലാവർക്കും. ഈ പ്രോജക്ട് സ്റ്റാർട്ട് ആവാൻ കാരണം വൺ ഓഫ് വിനു ആണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത സംഭവമാണ്. ഇനീഷ്യലി എൻ്റെ മൂവീനെ പ്ലാനിങ് ഉണ്ടായി. അപ്പോൾ വിനു തന്നെ പറഞ്ഞു ചേട്ടാ നമുക്ക് ഒരു മ്യൂസിക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഗ്രാജുവലി വെബ് സീരീസ് അങ്ങനെ മൂവിയൊക്കെ അങ്ങനെ ഗ്രാജുവലി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വിനുവിനെ നോക്കിയപ്പോൾ പിന്നെ പ്രിയതമ വന്നു, പിന്നെ അല്ലാതെ മുരളി വന്നിട്ട് പിന്നെ അല്ലാതെ ടീം ഗ്രാജുവലി ഒക്കെ വന്നു. പിന്നെ ശരണ്യ വന്നപ്പോൾ ആഫ്റ്റർ ബിഗ് ബോസ് അവർ പുറത്ത് വന്നപ്പോൾ ശരണ്യ വന്നിട്ട് പറഞ്ഞു നമുക്ക് അർജുൻ ശ്രീതു തന്നെയാണ് ബെസ്റ്റ് ജോഡി. അങ്ങനെയാണ് എല്ലാ നിമിത്തമാണ് പറയുന്നത്.